രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷിക ദിനമാണിന്ന്. സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വിവിധ പരിപാടികളാണ് സർക്കാർ സംഘടിപ്പിക്കുന്നത്. 9 വർഷത്തെ നേട്ടങ്ങളാണ് സർക്കാർ ഉയർത്തിപ്പിടിക്കുന്നതെങ്കിലും കടുത്ത വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന സന്ദർഭങ്ങളും കുറവല്ല. ഈ ആഘോഷ പരിപാടികൾ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ വിളംബരം കൂടിയായി കണക്കാക്കാം. സർക്കാർ എന്നത് നാടിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ളതാണ്. അവിടെ നിക്ഷിപ്ത താല്പര്യക്കാരുണ്ടാകാം, ആ നിക്ഷിപ്ത താല്പര്യക്കാരുടെ എതിർപ്പുണ്ടാകാം. നിക്ഷിപ്ത താല്പര്യക്കാരുടെ എതിർപ്പിന് മുന്നിൽ വഴങ്ങിക്കൊടുക്കേണ്ടതല്ല സർക്കാർ. അവരുടെ അടുത്ത് കാര്യങ്ങൾ വിശദീകരിക്കാൻ തയ്യാറാകണം, ബോധ്യപ്പെടുത്താൻ ശ്രമം നടത്തണം. ഇല്ലെങ്കിൽ സർക്കാരിൻ്റെതായ വഴിക്ക് മുന്നോട്ട് നീങ്ങണം. കാരണം നാടിന്റെ ഭാവിക്കത് ആവശ്യമാണ്. ചരിത്രം തിരുത്തിക്കുറിച്ചുള്ള വരവായിരുന്നു അത്. കേരള രാഷ്ട്രീയത്തിൽ തുടർച്ചയായി 2ാം തവണയും വ്യക്തമായ ഭൂരിപക്ഷത്തോടെ അധികാര തുടർച്ച. പക്ഷേ 2ാം വരവിൽ പഴയ പ്രതാപം കാത്തുസൂക്ഷിക്കാൻ സർക്കാർ പെടാപ്പാടുപെട്ടു എന്നതാണ് വസ്തുത. വിഴിഞ്ഞം തുറമുഖവും വിദ്യാഭ്യാസ മേഖലയിലെ നേട്ടങ്ങളും റോഡ് നവീകരണവുമെല്ലാം സർക്കാർ നേട്ടമായി വ്യാഖ്യാനിക്കുമ്പോഴും വീണ വിജയൻ ഉൾപ്പെട്ട വിവാദങ്ങളും അടുപ്പക്കാരുടെ അഴിമതി ആരോപണങ്ങളും ചെറിയ പ്രതിസന്ധിയല്ല സർക്കാരിനുണ്ടാക്കിയത്. പ്രതിസന്ധികളെ ഒറ്റക്കെട്ടായി നേരിടാൻ കഴിഞ്ഞു എന്നതാണ് സർക്കാരിന്റെ നേട്ടം. അങ്ങനെ നമ്മൾ ഇതും നേടി. ഇത് കേരളത്തിന്റെ ദീർഘകാലമായ സ്വപ്നമാണ്. ആ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ നിമിഷമാണ്. ഒരു സംസ്ഥാനത്തിന്റെ മുൻകൈയിൽ ഒരു ബൃഹത് തുറമുഖ നിർമ്മാണം നടക്കുന്നത്. ചെലവിന്റെ ഏറിയ ഭാഗവും കേരളമാണ് വഹിക്കുന്നത്. പതിറ്റാണ്ടുകൾ നീണ്ട വിഴിഞ്ഞം പദ്ധതി സാക്ഷാത്കരിച്ചതും ദേശീയപാതാ വികസനത്തിന് ഭൂമി ഏറ്റെടുക്കൽ പൂർത്തീകരിച്ചതിന്റെയും ആത്മവിശ്വാസം ചെറുതല്ല. വീണ വിജയനെതിരായ SFIO അന്വേഷണത്തിലുൾപ്പെടെ എതിർശബ്ദങ്ങളെ നിലയ്ക്ക് നിർത്തിയാണ് പാർട്ടിയുടെ മുന്നേറ്റം. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ആത്മവിശ്വാസത്തിന് ഇത് ധാരാളം മതി. ഓരോ ഘട്ടത്തിലും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധ ശരങ്ങളെ തടുക്കാൻ പിണറായി വിജയന് മുന്നിൽ കവചമായി നിൽക്കുന്ന കൂട്ടുകക്ഷികൾ ചെറിയ ദൗത്യമല്ല നിറവേറ്റിയത്. കനലെരിയും സമരപഥങ്ങൾ കയറി ഒരാളിന്നു വരുന്നേ, കരുതലിനൊരു കാവലു പോലെ എരിയും സൂര്യൻ. നവകേരള യാത്രയും ഹിന്ദു പത്രത്തിന് നൽകിയ PR അഭിമുഖവും പൂരം വിവാദവും അൻവറിന്റെ പിണങ്ങിപ്പോക്കുമെല്ലാം ചെറിയ ചെറിയ തട്ടുകേടുകൾ ഉണ്ടാക്കി. അതെല്ലാം പക്ഷേ ഒരു വാർത്താ സമ്മേളനത്തിലൂടെ മറികടക്കുന്ന കപ്പിത്താനാണ് സർക്കാരിന്റെ ഊർജം. ചിലപ്പോൾ കടും ഗൗരവക്കാരനായ മുഖ്യമന്ത്രി, മറ്റു ചിലപ്പോൾ ചോദ്യശരങ്ങളെ ചിരിച്ചു തള്ളുന്ന പഴയ പാർട്ടി സെക്രട്ടറി. ഇടതുപക്ഷ സർക്കാരിന്റെ അണിയത്തിനിയും പിണറായി വിജയൻ തുടരും എന്ന സൂചനയാണ് ഈ വാർഷിക ദിനത്തിലും മുന്നണി മുന്നോട്ട് വെക്കുന്നത്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.